ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ അവർ മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, വിശ്വസിക്കാനും പ്രയാസമായിരുന്നു. ഈ മലയാളിത്തം ശരിക്കും വരണമെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരണം പാട്ടിന്. പാട്ട് വെറുതെ പാടിയാൽ അത് മലയാളത്തനിമ വരില്ല. അത് വരാനായി എങ്ങനെ വരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് അവസാനമാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നേക്കാൾ സംഗീതവും സാഹിത്യവും അറിയാവുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ തീരെ ചെറിയൊരു മനുഷ്യൻ. പക്ഷേ എനിക്ക് തോന്നിയത് കെ രാഘവൻ്റെ സംഗീതം, പി ഭാസ്കരൻ്റെ വരികൾ, ജാനകിയുടെ പാട്ട്, ഇതാണെങ്കിൽ അതിന് മലയാളിത്തം ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണ് മഞ്ഞണി പൂനിലാവ്. ആര് പാടുന്നത്? ഇതിപ്പോൾ ഇന്ന് നമ്മൾക്കൊപ്പം 2 പേരുണ്ട്, നമ്മുടെ കൂടെയുള്ള 2 പാട്ട് പാടുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആര്യയും നിത്യയും 2 പേരുണ്ട്. അപ്പോൾ ജാനകിയമ്മയുടെ പാട്ടുകൾ അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റില്ല, അപ്പോൾ പകരം ഇവരാരെങ്കിലും പാടും. ടി ജി പറഞ്ഞാൽ മതി. യെസ്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവ്. അത് ജോറായി. ഈ പാട്ടിലെ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്ന് പറഞ്ഞ് വരികയുണ്ട്. ഈ താന്നിയൂരമ്പലം എവിടെയാണ്? ഒരുപാട് പേര് അന്വേഷിച്ചു, താന്നിയൂർ കാണുന്നില്ല. താന്നിയൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കേരളത്തിലെ ഒരു ഗ്രാമം. അതിൻ്റെയാണ് ഈ പേരാറ്റിൻ അവിടെയാണ് താന്നിയൂരമ്പലം. അവിടുത്തെ കഴകക്കാരൻ്റെ കാര്യമാണ്. താന്നിയൂർ എവിടെയെന്ന് ആർക്കറിയില്ല. അവസാനം MT വാസുദേവൻ നായർ പി ഭാസ്കരനോട് തന്നെ ചോദിച്ചു, എവിടെയാണ് മാഷേ ഈ താന്നിയൂരമ്പലം? പി ഭാസ്കരൻ പറഞ്ഞു, താന്നിയൂരെന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് വാസുവിന് തോന്നിയോ? തോന്നി, അതാണല്ലോ ഞാൻ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെ വാസുവിൻ്റെ തോന്നലിൽ മാത്രമേ ഉള്ളൂ ആ ഗ്രാമം. അങ്ങനെ ഒരു ഗ്രാമമില്ല, സാങ്കല്പികമായൊരു ഗ്രാമമാണ്. പക്ഷേ പി ഭാസ്കരൻ എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായി, കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അതുപോലെ കെ രാഘവൻ്റെ സംഗീതവും, ഇതിലും കേരളീയത്വമുള്ള സംഗീതം കിട്ടാൻ പ്രയാസമാണ്. മലയാളം പാട്ടുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, കേരളത്തിൻ്റെ മഹത്വം പറയുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. ബട്ട് ആ സംഗീതത്തിന് തന്നെ ഒരു മലയാളിത്തം വരുന്നു. അപ്പോൾ വരികളും സംഗീതവും ശബ്ദവും ചേർന്ന് തീർത്തും ഒരു മലയാള ഗ്രാമത്തെ, സാങ്കല്പികമായ താന്നിയൂരുന്ന ഗ്രാമത്തെ സൃഷ്ടിച്ച അത്ഭുത വിദ്യയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ. ആ കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ബാബുരാജ് ഇതിൽ അതിവൈദഗ്ധ്യം ഉള്ള ഒരു ആളായിരുന്നു. ബാബുരാജിൻ്റെ റേഞ്ച് അറിയാമല്ലോ, ഹിന്ദുസ്ഥാനി വരെ നീണ്ടു കിടക്കുന്ന റേഞ്ചാണ്. രാഘവ മാഷിന് അത് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് പ്രയോഗിച്ചത് കൂടുതലും ബാബുരാജായിരുന്നു. കെ രാഘവൻ, ദേവരാജൻ ഒക്കെ ഈ കർണാടക സംഗീത ശൈലിയും അതിൻ്റെ ആ ലിമിറ്റേഷനിൽ നിന്ന് ബാബുരാജ് അതും കടന്ന അപ്പുറത്തേക്ക് കൂടുതലും ഹിന്ദുസ്ഥാനി രാഗങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ബാബുരാജും ഇത് ചെയ്തിട്ടുണ്ട്. പി ഭാസ്കരൻ ബാബുരാജിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാബുരാജ് പി ഭാസ്കരന് വേണ്ടിയിട്ട് സംഗീതം കൊടുത്തിട്ടുണ്ട്, ജാനകി പാടിയിട്ടുമുണ്ട്. ജാനകിക്ക് ഇത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ജോബാണ് ഇത്തരം പാട്ടുകൾ പാടുക എന്ന് പറയുന്നത്. ബാക്കി പാട്ടുകാർ ശ്വാസം മുട്ടും. ഞാനൊരിക്കൽ ചെറിയൊരു സദസ്സിൽ, ഫ്രണ്ട്സ് മാത്രമുള്ള സദസ്സിൽ, ഈ ബാബുരാജ് സംഗീതം കൊടുത്ത പാട്ട് ഒരു കുട്ടി പാടി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, ഞാൻ കൈയടിച്ചില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ കൈയടിക്കാൻ? ഞാൻ പറഞ്ഞു, കൈയടിക്കാനും മാത്രം ഉണ്ടായിരുന്നോ ആ പാട്? ഇല്ല, അത് കുറേ അവിടെ ഇവിടെയൊക്കെ കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ കൈയടിക്കാൻ. ആ പാട്ട് ഏതാണെന്നറിയാമോ? വാസന്ത പഞ്ചമി നാളിൽ. അസാമാന്യമായ സംഗീതം ആണ് ആ പാട്ടിൻ്റെ.
അതിൻ്റെ കോമ്പിനേഷനും ഇതാണ്. പക്ഷേ അത് ഈ പറഞ്ഞ മലയാളത്തനിമ ആവശ്യപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആവശ്യപ്പെടാം. എന്നാലും മഞ്ഞണി പൂനിലാവിൻ്റെ അത്രയും ഒരു ഗ്രാമീണമായ പാട്ടല്ല വാസന്ത പഞ്ചമി നാൾ. കുറച്ചുകൂടെ ഒരു ബൗദ്ധിക തലം ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ ജാനകിയുടെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അസാമാന്യമായ എനർജി വേണം അത് പാടാൻ. ആ എനർജി പാട്ടിലേക്ക് വരാനും പാടില്ല. ശ്വാസം ശരിക്ക് പിടിച്ച് നല്ല ശക്തി കൊടുത്തില്ലെങ്കിൽ അത് ആ എനർജി ഫുൾ ആ പാട്ടിലേക്ക് കൊടുത്താൽ അതിൻ്റെ ഈ ഗ്രാമീണ ഭംഗി അങ്ങ് പോകും. വലിയ പ്രയാസമാണ് അവരുടെ പാട്ട് പാടാൻ. സുശീല അങ്ങനെയല്ല. സുശീലയുടെ എനർജി സുശീലയുടെ പാട്ടിലങ്ങ് വരും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ ജാനകിയുടെ ഈ കുട്ടിത്തം, ഈ ഗ്രാമീണ ഇതൊന്നും സുശീലയ്ക്ക് വരില്ല. കാരണം അവർക്ക് ഈ എനർജി കൺട്രോൾ വലിയ പ്രയാസമാണ്. എനർജി വേണം തന്നെ, അല്ലെങ്കിൽ ഇത് പാട്ട് മുഴുവനാക്കാൻ പറ്റില്ല. അവിടെ എനർജി പാട്ടിലേക്ക് കൊടുക്കാനും പാടില്ല. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടോ, വരുമെന്നൊരു കിനാവ് കണ്ടോ, കിളിവാതിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടോ, വരുമെന്നൊരു കിനാവ് കണ്ടോ, കിളിവാതിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. പാടി ഒപ്പിച്ചു. ഇതാണ് ജാനകി അമ്മയുടെ റേഞ്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോൾ പാടി കാണിച്ചു തരാം. നടക്കില്ല. അത് ദിവസങ്ങളോളം പാടി ചെയ്യണം. പക്ഷേ എസ് ജാനകിക്കത് നിസ്സാരമായിരുന്നു താനും.